പെരിയാർ നദിയുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ആലുവ സെന്റ് സേവിയേഴ്സ് വിമൻസ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനസേവാ ശിശുഭവൻ, അൻവർ പാലിയേറ്റീവ് കെയർ, കേരള ആക്ഷൻ ഫോഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിതിയാണോ നമ്മുടെ പെരിയാറിലുള്ളതെന്ന് നമ്മൾ അറിയിച്ചു. പെരിയാർ വളരെ മോശമായ സ്ഥിതിയാണ്. ആ വെള്ളത്തിൻ്റെ ഒരു കെമിക്കൽസ്, എല്ലാ ഫാക്ടറിയിലും കെമിക്കൽസ് ഉണ്ടാണ്. പെരിയാറിന്റെ തീരത്തുള്ള വ്യവസായ കമ്പനികളും മറ്റും വിഷമാലിന്യങ്ങളൊഴുക്കി പെരിയാറിലെ മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്നതിനാൽ പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ് പെരിയാറിൽ ഇത്തരത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 7000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പെരിയാറിൽ നിക്ഷേപിച്ചത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഓരോ നിമിഷവും മലിനമായി കൊണ്ടിരിക്കുന്ന പെരിയാറിന്റെ ഓരത്താണ് നാം അധ്യയനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പെരിയാറിനെ മാലിന്യ വിമുക്തമാക്കുന്നതിനും പെരിയാറിന്റെ ജീവൻ നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളെ പോലെയുള്ള കലാലയങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള പുതിയ തലമുറയിൽ നിന്ന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ആ ഒരു പ്രതിബദ്ധത നമ്മിൽ, പ്രത്യേകിച്ച് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ വളരെ അർത്ഥവത്തായ പെരിയാറിലേക്ക് 10,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പ്രവർത്തനം നടത്തുന്നത്. ഒരു 10,000 മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ എത്രയോ ഇരട്ടിയായി അത് വർദ്ധിക്കുമെന്ന് ചിന്തിക്കുക. കോളേജ് മാനേജർ സിസ്റ്റർ സിസ്ലെറ്റ ജോസ്മാവേലി, അഡ്വക്കേറ്റ് ചാർലി പോൾ, ഡോക്ടർ ജോബി തോമസ്, ഡോക്ടർ കെ ലേഖ, ഡോക്ടർ ഷിരിയ ഫെസ്റ്റസ്, ഡോക്ടർ നിനു റോസ, PM അലി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.